Good morning, everyone. Good morning. Am I audible? Yes, ma'am. Yes. Thank you so much for joining today's session. നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യണം. നമ്മൾ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണ്? സൺഡേ ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ സൺഡേയിൽ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്, അറിയാലോ. ഇറ്റ്സ് മീ റിയൽ മീ അല്ലേ? അപ്പോൾ ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമുക്ക് അവരെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഇഫ് യു ഗൈസ് ആർ റെഡി, നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക വി ആർ റെഡി എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ആരംഭിക്കുക. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമൻറ്റ് ഓൺ RE എന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഓൺ RE. Good morning. Good morning, Monsina. Thank you. Good morning. Good morning. Yes. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ, ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ വിളിക്കാം, നമുക്ക് വിളിക്കാവുന്നതാണ്. ആർ യു റെഡി? Razak sir, are you ready, sir? Hello. Yes. Yes. Yeah, ready. റെഡിയാണ്. ഓക്കെ. സോ റസാഖ് സാറ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷനിലേക്ക് വിളിക്കുകയാണ് ഗസ്റ്റായിട്ട്. ഒരുപാട് നാളായിട്ട് അദ്ദേഹത്തെ വിളിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ കണക്റ്റായി കിട്ടിയതിൽ വളരെയധികം സന്തോഷം. നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. റസാഖ് സാർ പറയൂ, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതൊക്കെ പറഞ്ഞു. മഞ്ചേരി എളങ്കൂർ, മഞ്ചേരി 10 കിലോമീറ്റർ പോയിട്ട് എളങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, മഞ്ചേരി എളങ്കൂരാണ് സ്ഥലം. ഓക്കെ, നിലവിൽ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഷോപ്പ് നടത്താം, അത് ഷൂവിന്റെ ഷോപ്പ് നടത്തായിരുന്നു. അപ്പൊ അത് ഇപ്പൊ 2 മാസമായിട്ട് ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ട്, വേറെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ഡ്രസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, എന്താണ് അതിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത് എങ്ങനെ? ഞാൻ ഈ പ്രോഗ്രാമിക്ക് വരുന്നത്, ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടായിരുന്നു ഇൻസ്പിറേഷനെ കുറിച്ചിട്ട്, അതിന്റെ ഒരു ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കണ്ടതാണ്. ഓക്കെ, ഇതിൽ വന്ന് ഇങ്ങനെ ഒരു 2 ആഴ്ചയോളം ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇങ്ങനെ ചെയ്തു. അതിന്റെ ഇടയില് അസ്മാമയാണ് എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിലിങ്ങനെ ഇത് ചെയ്യാനൊക്കെ, ഇങ്ങനെ ട്രോമാസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ ഹീൽ ചെയ്യാനും ഇതിനൊക്കെ അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് നിങ്ങളുടെ മോളാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ നമ്മുടെ കോഴ്സിൽ, അല്ലേ? ഹലോ സാറിന് റേഞ്ച് കിട്ടുന്നില്ല. ഹലോ റസാഖ് സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഹലോ മൂസിന, ഞാൻ സംസാരിക്കുന്നതാണോ ക്ലിയർ കുറവ്, റസാഖ് സാർ സംസാരിക്കുന്നതാണോ ക്ലിയർ കുറവ്, ഒന്ന് പറയാമോ? എൻ്റെത് ഓക്കെയാണ്. ഓക്കെ, റസാഖ് സാർ ഒന്ന് കണക്ട് ചെയ്യാൻ, നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തുകൊണ്ട്. എനിവേ, എന്താണ് നിങ്ങളുടെ വിശേഷം? നമ്മൾ കണ്ടിട്ട് കുറെ നാളായി, സാറോ? കുറച്ച് നാളായി കണ്ടിട്ട് അല്ലേ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ കോഴ്സിന്റെ മൊത്തം ഫോർമാറ്റ് മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും, ഒരുപാട് കോഴ്സ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ ഇവിടെ. കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നമുക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ വരികയാണ്. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം റിപ്പീറ്റ് ചെയ്യാനുള്ള, ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ എനർജി കണക്ട് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ നമ്മുടെ മാർക്കറ്റിംഗ് രീതി ആയിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള സർവീസ് പ്രോസസ്സുകളായിക്കോട്ടെ, ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് എല്ലാവരെയും ഒരൊറ്റ കമ്മ്യൂണിറ്റി ആക്കിയിട്ട് മാറ്റുന്ന ഒരു വർക്കിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കും, കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു പുതിയൊരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ,
നമ്മളുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓക്കെ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. ചില ആൾക്കാർക്ക് നല്ല പെർമനന്റ് കംപ്ലീറ്റ് ഷിഫ്റ്റാണ് നടക്കുന്നത്, നല്ലൊരു ശതമാനം ആൾക്കാർ. എന്നാൽ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഓക്കെ നല്ല റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് കിട്ടുമ്പോൾ പിന്നീട് അവരെന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് നിർത്തുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ നിർത്തി അവർ വീണ്ടും പഴയ പോലെ എടുപ്പാൻ തുടങ്ങുന്നു, കണക്ഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്നു. ഐ മീൻ ആ ഒരു നമ്മളായിട്ടുള്ള ഒരു എന്താ പറയുക. അപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു മിനിമം ഒരു 3 മാസം കൂടുമ്പോൾ നമ്മളുമായിട്ട് വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില ആൾക്കാർ ലൈക്ക് 1.5 മാസം കൊണ്ട് തന്നെ വീണ്ടും കണക്റ്റഡ് ആവണം എന്നുള്ളൊരു അവസ്ഥയുണ്ട് ചില ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളവരുമുണ്ട്. ഓക്കെ, അപ്പം ഞാനത് നിങ്ങളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മിനിമം എവറി 3 months നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ കോഴ്സ് നമ്മളായിട്ട് കണക്റ്റഡ് ആവുക, നമ്മളുടെ സപ്പോർട്ട് എടുക്കുക, നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുക, നമ്മുടെ സപ്പോർട്ട് എടുക്കുക, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില ആൾക്കാർക്ക് ഒരു അടുപ്പിച്ചൊരു 3 months എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസം കണ്ടിന്യൂസ്ലി എടുക്കുമ്പോൾ ഒരു ലാസ്റ്റിംഗ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കണം. ഇനി റസാഖ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. റസാഖ് സാർ, നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ഉണ്ട്, നിങ്ങൾ സംസാരിക്കാവോ? ഓക്കെ ഓക്കെ ആണ്, പറഞ്ഞോളൂ. ഏകദേശം ഓക്കെയാണ്, പറഞ്ഞോളൂ. ഹലോ ഹലോ. പറയൂ. നിലവിൽ എന്താ ചെയ്യുന്നത്, നിലവിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്, അതിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അല്ല സോറി, നിലവിൽ നിങ്ങൾ ആദ്യം ഏത് കോഴ്സാണ് ജോയിൻ ചെയ്തത്? നിങ്ങളുടെ മോളാണ് കോഴ്സ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. മോളാണ് ഫസ്റ്റ് ഈ കോഴ്സിലേക്ക്. ആസ്മ മാം പറഞ്ഞിട്ടാണ് അങ്ങനെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. മോളാണ് ഫസ്റ്റ്. അങ്ങനെ മോള് ഫസ്റ്റില് ആദ്യം ഒന്നും ഇതിനോടൊന്നും അത്ര സപ്പോർട്ട് അല്ലായിരുന്നു, അങ്ങനെ താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞ് സുൽമാമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല അറിഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിന് ശേഷം പിന്നെ മോളെ ഇൻട്രസ്റ്റഡായി. മോളിങ്ങനെ എല്ലാം ചെയ്തു, ഹീലിംഗും ടാപ്പിംഗും എല്ലാത്തിലും ഇൻട്രസ്റ്റ് ചെയ്തു. അപ്പൊ അവൾക്ക് തന്നെ അതിലൊരു ഇത് കിട്ടി, റിസൾട്ട് ഇങ്ങനെ കിട്ടി തുടങ്ങിയപ്പോ മോള് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി, നല്ല താല്പര്യത്തോടു കൂടെ. അപ്പൊ അതിന്റെ ശേഷം പിന്നെ ആസ്മ മാം എന്നോടും കൂടി പറഞ്ഞു, അതായത് നിങ്ങളും കൂടി ഇതില് ഹീലിംഗ് എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ മോൾക്ക് അതും കൂടി കൂടുതൽ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും കൂടി ഇതില് ആഡ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൂടെ അതിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് മോള് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് മോൾ അനുഭവിച്ചിരുന്നത്? മോള് ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു മോള്. പറയാന് ഇതില്ല, ഒരു ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ മോൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര തീരെ താല്പര്യമില്ലാതെ. നേരത്തെ മോള് നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി പഠിക്കുന്നതാണ്. അപ്പൊ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു പറഞ്ഞോളൂ. റസാഖ് സാർ, നിങ്ങൾക്ക് ഇപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാവോ? നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോഴും കിട്ടുന്നില്ല, ഇങ്ങനെ സ്റ്റക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഒന്ന് മാറിയിരിക്കാവോ? ഓക്കെ, അദ്ദേഹം ജോയിൻ ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേറെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സലാഹുദ്ദീൻ, ഹായ്, നമ്മളുടെ ബിസിനസ് പ്രോഗ്രാമിൽ വന്നിരുന്നു അല്ലേ? എന്താണ് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു, പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു? ഓക്കെ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് സെഷനിൽ പങ്കെടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. ഇൻഷാല്ലാ ചെയ്യണം, ഇത് തന്നെ ചെയ്യണം. ശരി, ഓക്കെ. റസാഖ് സാർ അൺമ്യൂട്ട് ചെയ്ത്, സോറി, നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തോ ഫോണാ? ഓക്കെ, നമുക്കൊന്ന്
ഓക്കെ, എന്താണ് ചിലപ്പോൾ ഒന്ന് നെറ്റ്വർക്ക് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാർ സ്ഥല ലൊക്കേഷൻ ഒന്ന് മാറിയിരുന്നു നോക്ക് കേട്ടോ. മാറിയിരുന്നു നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ബ്ലറായിട്ടാണ് വീഡിയോ വരുന്നത്. കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചോളൂ. ഓക്കെ, മോളുടെ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മോൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? മോൾക്ക് ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ തീരെ താല്പര്യമില്ലാതെ, പിന്നെ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിപ്രഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരവസ്ഥയായിരുന്നു മോൾക്കുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മാറ്റം വരണം എന്നില്ല ഭയങ്കര ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഹലോ ഹലോ യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? മാറ്റം വരണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു, സംസാരിച്ചു, പറഞ്ഞോളൂ. സ്പേസിൽ വന്നതിന്റെ ശേഷമാണ് അപ്പൊ അതിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി. അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷമായി. അന്ന് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ മോൾക്ക്? അതെ ആ ജനിച്ച സമയത്തൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കാര്യം പറഞ്ഞാൽ അതെ, അനുസരിക്കാനൊക്കെ മടി ഉണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഏജും അങ്ങനെയാണല്ലോ. ഇങ്ങനെ ഈ Yeah. പ്രായത്തില് പറഞ്ഞ സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കും. ഒരിത് Yeah. നല്ല ഉണ്ടായിരുന്നു. ഇന്നൊക്കെ നല്ലൊരു മാറ്റം വന്നു. അവള് നന്നായതില് ഫീലിംഗും ടാപ്പിംഗും ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോ നല്ല മാറ്റം. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു മാറ്റം അപ്പൊ സ്റ്റുഡൻറ് CFTയിലാണ് അവർ വന്നിരുന്നത് അല്ല? സ്റ്റുഡൻറ് CFTയിലല്ലേ വന്നിരുന്നത്? ഹലോ, അതെ, കേൾക്കുന്നില്ല? സ്റ്റുഡൻറ് CFTയിലാണ് വന്നിരുന്നത്. നിങ്ങൾ ആ ലൊക്കേഷൻ ഒന്ന് മാറിയിരുന്നുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്താ പറയുക, ഐ ഡോണ്ട് തിങ്ക് ഇത് വർക്ക് ആവുന്നില്ല കറക്റ്റായിട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. ഒന്ന് ലൊക്കേഷൻ ഒന്ന് മാറിയിരുന്നു, ചേഞ്ച് ചെയ്തു. നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ കൂടെ ഓൾറെഡി നിലവിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ടാപ്പിംഗ് ചെയ്യാം. റെഡി? റെഡി? നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. റെഡിയാണോ നിങ്ങൾ? റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയിലൊന്ന് വരും കേട്ടോ. നിങ്ങൾ വീഡിയോയിലൊക്കെ വന്നാലാണ് നമുക്കൊരു ആവശ്യമുള്ളത് രസകരമായിട്ട്. എല്ലാവർക്കും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ വരാം. വീഡിയോയിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു എനർജി ഒന്ന് നമുക്ക് റൈറ്റ് ആക്കാം. ഐ എം സോറി. ഒന്ന് ടാപ്പ് ചെയ്യാം, എൻ്റെ കൂടെ തന്നെ ടാപ്പ് ചെയ്യാം. പല പ്രശ്നങ്ങളിലും പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അല്ലേ? നമ്മളൊക്കെ ഇപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് ചെറിയൊരു അസ്വസ്ഥത വന്നിട്ടുണ്ടാവാം അല്ലെ? ചെറിയൊരു സ്ട്രെസ് വന്നിട്ടുണ്ടാവും. ആ സ്ട്രെസ് നമുക്കൊന്ന് കളയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. Release and relax. Release and relax. എന്തെങ്കിലും ടെൻഷൻസോ സ്ട്രെസ്സോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാം. റിലീസ് ആൻഡ് റിലാക്സ്. അണ്ടർ ദ ഐസ് ഇട്ട്, അണ്ടർ ദ ഐസ്. പിന്നെ കണ്ട് ചെയ്തോളൂ. അണ്ടർ ദ നോസ്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. Under the lips. It's okay. I am safe. Collarbone. I am safe. I love myself.
I love myself. I feel like I don't know whatever I'm feeling. It's really affecting me. And I choose to let go. I choose to let go. I choose to let go. It's okay. I'm on the right path. I am safe. I am safe. I love myself. I accept myself. I forgive myself completely. I am safe. I'm safe. I'm powerful. I can do anything. I can be anything. I can achieve anything. എനിക്ക് എന്തോ ആയിത്തീരാൻ പറ്റും, എന്ത് നേടിയെടുക്കാൻ പറ്റും. I am calm. ഞാൻ വളരെ calm. I am strong. ഞാൻ strong ആണ്. Thank you. Thank you, universe. Thank you for loving me. Thank you for healing me. Thank you for supporting me. Thank you for guiding me. Thank you for protecting me. I love you. I'm sorry. ഞാൻ നിന്നോട് വേണ്ടത്ര രീതിയിൽ നന്ദിയുള്ളവനായിട്ടില്ല. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I love you. I love you. യൂണിവേഴ്സിനോട് പറയും I love you. I love you. Thank you. Okay. How do you feel? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? What is your feeling? ഒന്ന് കമൻറ്റ് ചെയ്യൂ. How do you feel? ശരീരത്തിന് എന്താ ഒന്ന് ഒലിച്ചിറങ്ങി പോയല്ലോ. എന്താണ്? ശരീരത്തിന് എന്താ ഒന്ന് ഒലിച്ചിറങ്ങി പോയി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്ലീപ്പിയാണ് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. നസ്രീൻ, ഓക്കെ, ഡോണ്ട് വറി, അത് ഹീലിംഗിന്റെ ഭാഗമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓസം. നോഫൽ ഭായ് പറയുന്നു ഓസം, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ റസാഖ് സാർ, ആർ യു റെഡി? ഓക്കെ. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ക്ലിയർ ആയി, എല്ലാം റെഡി ആയിട്ടുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സി, ഇതെന്ത് സംഭവം ഞാൻ ചെയ്തെന്ന് അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഡിഡ് വി ഡു? എന്താ ചെയ്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാരും എനർജി കൂടി കൊടുത്തു റസാഖിന്. ഓക്കെ, അപ്പൊ എന്തായി സംഭവിച്ചു? ആളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലാം ക്ലിയർ ആയി. നൗ ഹി ക്യാൻ ടോക്ക്. ഓക്കെ, നമുക്ക് എന്തും നന്നാക്കാൻ പറ്റും. നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്ക് ഇഷ്യൂ പ്രശ്നങ്ങൾ എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഉദ്ദേശം കൊടുത്തിട്ട് നല്ല രീതിയിലേക്ക് നല്ല സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പം അത് റെഡി ആയിട്ട് വരും. ഓക്കെ റസാഖ് സാർ, ലെറ്റ്സ് ബിഗിൻ. പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്യാം. മോളുടെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പറയാനുള്ള റസാഖ് സാർ എങ്ങനെയാണ് മോളുടെ റിസൾട്ട് കണ്ടിട്ടാണ് ഈ കോഴ്സിലേക്ക് വന്നത്? അതെ, മോളുടെ റിസൾട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത്. അതിന്റെ മുമ്പേ ഈ മെഡിറ്റേഷനിൽ തന്നെ എനിക്ക് ഒരു നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു ഒന്നും കൂടി വിശ്വാസമായി, ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റഡ് ആയി. മോളും കൂടെ അതെ ശരിക്കും താല്പര്യം കാണിച്ചപ്പോൾ നല്ലതായിരുന്നു. നേരത്തെ മോളുടെ കൂടെ ഞാൻ ഇരുന്നിട്ട് ടാപ്പിങ്ങിനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോള് പറഞ്ഞു എന്റെ കൂടെ ഇരിക്കണ്ട, നിങ്ങൾ മാറി ഇരുന്നോളെ. അപ്പോൾ ആ സമയത്തൊന്നും മോൾക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. അതാണ് അത് പറയാൻ കാരണം ഉണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ഇങ്ങനെ ഹാജറമ്മ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ സുനുമാമൊക്കെ ശരിക്കും അവര് പിന്നെ മോളുടെ ഒരു ഉമ്മന്റെ മാതിരി അതേ ഒരു
ഗതിയിലാണ് അവരൊക്കെ അവരെ മോളോട് ഇതായിട്ടുണ്ടായിരുന്നത്, Yeah, yeah. പെരുമാറുണ്ടായിരുന്നത്. ഇടയ്ക്ക് വിളിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പിന്നെ വിശേഷങ്ങൾ അറിയാം, അങ്ങനെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച്. അപ്പൊ മോൾക്കും ഇതില് ശരിക്കും അവരെന്തോ ഒരു ഇത് കെയർ ചെയ്യുന്ന പോലെ മോൾക്കും തോന്നി. അങ്ങനെ മോൾ പിന്നെ കൂടുതലും ഇതില് ശരിക്കും ഇതായിട്ട്. ഓക്കെ. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്? അതൊന്ന് പറയാമോ? ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, സാർ അനുഭവിച്ച പ്രശ്നം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് എന്റെ ഒരു ഫാമിലി ഇഷ്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. ഫാമിലി ബ്രേക്കപ്പ് ഉണ്ടായത് അത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ബാധിച്ചിരുന്നു അല്ലേ? നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് 2019 അത് സംഭവിച്ചത്. ഓക്കെ. അതിലാ കൂടുതൽ ഇതല്ലാത്ത പ്രശ്നങ്ങളും ഒന്നും കാര്യമായിട്ടില്ല. കാര്യങ്ങൾ ഉണ്ട്, ഫിനാൻഷ്യലി ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മെയിനായിട്ട് ബാധിച്ച ഒരു പ്രശ്നം ഇത് തന്നെയായിരുന്നു. ഇതിൽ തന്നെയാണ് കൂടുതലും. അത് തന്നെയാണ് മോൾക്കും ഉണ്ടായ ഒരു പ്രശ്നം, അതിൽ തന്നെയാണ് ഉണ്ടായത്. ഓക്കെ. സോ ഒരു ഫാമിലി സെപ്പറേഷൻ അല്ലെങ്കിൽ അതര ബ്രേക്കപ്പ് ഉണ്ടായി, ഫാമിലി സെപ്പറേഷൻ ഉണ്ടായി അല്ലേ? അതായത് അത് എന്നിട്ട് അതിന്റെ നിലവിലിപ്പോൾ എന്താണ്, അതെങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചത്? ഇപ്പോഴത്തെ അതിന്റെ ഒരു നിങ്ങൾ അതിനെ എങ്ങനെ എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് പറയാം? സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ആയി. ഓക്കെ. വേറെ കല്യാണം കഴിച്ചു. ഓക്കെ. ഒരു മോളുണ്ട്, 3 വയസ്സായ മോളുണ്ട്. എങ്ങനെ? ഇപ്പോ വേറെ വിവാഹം ചെയ്തതിൽ 3.5 വയസ്സായ മോളുണ്ട് ഇപ്പോ. ഓക്കെ, ഉണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ബാധിച്ചിരുന്നത്? ആ സെപ്പറേഷൻ എങ്ങനെ ബാധിച്ചത്? അതിൽ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയത് എങ്ങനെയാണ്? നിങ്ങൾ മാനസികമായിട്ട് ബാധിച്ചതായിരുന്നോ? അത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഏതെല്ലാം രീതിയിൽ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ബിഹേവിയറിനെ ബാധിച്ചോ, നിങ്ങളുടെ പെരുമാറ്റങ്ങളെ ബാധിച്ചോ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ഇമോഷൻസിനെ, ദേഷ്യം, അങ്ങനെയുള്ള സംഗതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് ബാധിച്ചു? എല്ലാ രീതിയിലും മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. എന്റെ ഒരുപാട് എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി ആൻഡ് മെന്റലി ആൻഡ് പ്ലസ്ലി എല്ലാം നൽകും. ഓക്കെ. അപ്പൊ അങ്ങനെ ബാധിച്ചതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്നൊക്കെ റീകവർ ആയോ കോഴ്സ് ചെയ്തിട്ട്? ഏറെക്കുറെ റിക്കവർ ആയിട്ടുണ്ട് ഞാൻ. തീർച്ചയായിട്ടും ഇതിൽ വന്നതിന്റെ ശേഷം തന്നെയാണ് എനിക്ക് നല്ല ശതമാനം മാറ്റം വന്നത് എന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു മെന്റലി ബാധിച്ചു എന്ന് പറഞ്ഞു അല്ലേ? മെന്റലി ബാധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡിവോഴ്സോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പം പല ആൾക്കാരെയും പല രീതിയിൽ അത് ബാധിക്കും. ശരിക്കും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യും. കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ ഒരുമിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ജീവിച്ച ജീവിതം അവസാനം പല പ്രശ്നങ്ങളും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം അത് ഡിവോഴ്സിലേക്ക് പോകുന്നു. മക്കളെ അത് ബാധിക്കുന്നു. ഇതെല്ലാം കൂടെ കാണുമ്പം ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ദേ വിൽ ഗോ ത്രൂ ലോഡ് ഓഫ് ട്രോമ. അത് ഭയങ്കരമായിട്ട് നമ്മൾ ബാധിക്കും. നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം കറക്റ്റ് ആവില്ല. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നോ? അതായത് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഡിപ്രഷൻ മൂഡിലായിരിക്കും, എപ്പോഴും ഒരു എനർജി ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും ഒരു ഗിൽട്ട് ഫീലിംഗ് ആയിരിക്കും, കുറ്റബോധം ഉണ്ടാവും. പലതരത്തിലാണ് അത് ബാധിക്കുക പലരെയും. കാരണം അപ്പൊ ആ തരത്തിലുള്ള ബാധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട്, അപ്പൊ അത് ബാധിച്ചിട്ട് നമ്മളുടെ മാനസികമായി, പ്രത്യേകിച്ച് പറഞ്ഞാൽ മെന്റലി ബാധിച്ചു. മെന്റലി ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചിരുന്നത്? ഒന്ന് സ്പെസിഫിക്കലി പറയാൻ പറ്റും? മെന്റലി അത് ബാധിച്ചത് മക്കളെ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. മക്കളുടെ കാര്യം അവര് ചെറുപ്പമാണല്ലോ, വളരെ ചെറുപ്പമായിരുന്നു. ആ സമയത്ത് മോൾക്ക് അന്ന് 8-9 വയസ്സൊക്കെയാണ് പ്രായമുള്ളത്. പിന്നെ മോനക്ക് 4-5 വയസ്സ് വരെ പ്രായമുണ്ട്. അവരൊന്നും എന്റെ അടുത്തുനിന്ന് പോകാൻ ഒരിക്കലും, എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ. ഞാൻ ഷോപ്പിക്ക് പോകുമ്പോ മോൻ അന്ന് 3 വയസ്സായിരിക്കുമ്പോ പിന്നെ എന്റെ കൂടെ ഷോപ്പിക്ക് രാവിലെ എന്റെ കൂടെ പോരും. എന്നിട്ട് രാത്രി കടടച്ച് പോരുമ്പോഴാണ് തിരിച്ച് വരിക. അത്ര ഇതായിരുന്നു. കൂടുതൽ സമയം എന്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു മോനും മോളൊക്കെ. മോനാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പിന്നെ എഫക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് മാനസികമായിട്ട് അതിലാണ് എനിക്ക് കൂടുതലും പ്രശ്നം വന്നത്. അത് പിന്നെ ബിസിനസിനെ ബാധിച്ചോ? എന്തൊക്കെ സംഭവിച്ചു? ബിസിനസിന് ബാധിച്ചു. ഞാന് ഷോപ്പിൽ നിന്ന് മാറി നിന്ന്, ഞാൻ അനിയനെ ഏൽപ്പിച്ചിട്ട് ഷോപ്പിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ കുറെ 2 വർഷത്തോളം അങ്ങനെ മാറി നിന്നുണ്ടായിരുന്നു.
ഒക്കെ എല്ലാ നിലക്കും എത്രത്തോളം ഫിനാൻഷ്യൽ മാറുന്നു? ആ സമയത്ത് ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണോ? ഇല്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയത്ത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് മാനസികമായിട്ട് അത്രയ്ക്കും തളർന്നു പോയി, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ദിവസങ്ങൾ പലപ്പോഴും എന്താ പറയുക, ഒരിക്കലും ലൈഫിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളെ പോലുള്ള ദിവസങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാ? ആ ദിവസങ്ങൾ ലൈഫിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നാളുകളാണെന്ന് എനിക്ക് തോന്നണം. തീർച്ചയായിട്ടും ഒരിക്കലും പിന്നെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത നാളുകളാണ്. കാരണം പിന്നെ അത് പിന്നെ കോടതിയിൽ കേസായിട്ട് മാറി, അങ്ങനെ പോയി. അതിന്റെ ബാക്കിൽ കുറെ, പിന്നെ കൊറോണന്റെ സമയമൊക്കെ അല്ലേ, കോടതിയിൽ അതെ. പോയി അത് കുറെ സമയം അവിടെ നിൽക്കും. കോടതി എന്തായാലും നമ്മളെ ഇങ്ങനത്തെ വരാന്ന് കുറെ കളിപ്പിക്കുമല്ലോ, കാരണം കുറെ പ്രയാസപ്പെടുത്തും. കാരണം അവര് വേറെ ഡേറ്റ് പറയും, പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ടാവും പിന്നെ ചെല്ലുക. പിന്നെ അതേപോലെ തന്നെ രാവിലെ ചെന്നിട്ട് രാവിലെ ഉച്ചക്ക് 2 മണി വരെയൊക്കെ. ഓക്കെ. അപ്പം ഞാനിപ്പം ഹലോ റസാഖ് സാർ കട്ടായി, സ്റ്റക്കായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ കോടതിയിൽ അങ്ങനെ കേസൊക്കെ ആയി. അപ്പൊ അത് മാനസികമായിട്ട് നല്ലൊരു ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഉം. അതൊക്കെ അനുകൂലമായിട്ട് വിധിയായി. അതൊക്കെ എല്ലാം പിന്നെ സന്തോഷമായി, ഹാപ്പി. അതൊക്കെ എപ്പോഴാണ് വിധിയായത്? പിന്നീട് 2023 വിധിയായത്. 23-ലാണ് വിധിയായത്. പക്ഷെ എന്നാലും നിങ്ങളെ പിന്നീട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ചെയ്യുന്നത് വരെ നിങ്ങൾ മാനസികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല രീതിയിലും സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? വിധിയൊക്കെ കറക്റ്റായിട്ട് വന്നെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എന്നിട്ട് പിന്നീട് ആ ഒരു പിന്നെ മോളെയും അത് നന്നായിട്ട് ബാധിച്ചു, മോളുടെ പഠനത്തെ ബാധിച്ചു, കാര്യങ്ങൾ ബാധിച്ചു, മോൾക്ക് ശരിക്കും അതൊരു ട്രോമയായി മാറി. അങ്ങനെയാണ് നമ്മുടെ കോഴ്സിലേക്ക് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, മോള് പറഞ്ഞ് കേൾക്കുന്നില്ല, അനുസരണയില്ല, അതേപോലെ മോൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. നന്നായിട്ട് നിങ്ങളുടെ മോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ മോളുടെ എന്താ പറയുക, മറ്റുള്ള മോൾ അനുഭവിക്കുന്ന കുറേ സ്ട്രെസ്സുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റി. അതൊരു സൈഡിൽ വലിയൊരു ഉപകാരമായി. ഓക്കെ. അതേപോലെ ഇത്തരത്തിലുള്ള സംഗതികളിൽ നിന്നൊക്കെ സാർ മാറി. എന്താണ് കോഴ്സിലേക്ക് വന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാക്ടീസ് ഏതാണ്? ഏറ്റവും റിസൾട്ട് തന്ന പ്രാക്ടീസ് ഏതാണ്? ഏറ്റവും റിസൾട്ട് തന്നത് സെൽഫ് ലവും സെൽഫ് ഫോർഗീവ്നെസ്സും തന്നെ. അതിൽ തന്നെയാണ് എനിക്ക് നല്ല ഒരു റിലീഫ് കിട്ടിയത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ കാരണം? സെൽഫ് ലവ് ആണ് ഞാൻ കൊടുക്കേണ്ടത്, സെൽഫ് ഫോർഗീവ്നെസ് ആണ് ഞാൻ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആ തിരിച്ചറിവുണ്ടത്? കാരണം ആ ട്രോമ സംഭവിച്ച സമയത്ത്, ഇത്രയും പെയിന് സംഭവിച്ച സമയത്ത്, ഡിവോഴ്സും കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന സ്വയം വെറുപ്പുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരുപാടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അതെ. ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് നിങ്ങളോട് സംസാരിച്ചിരുന്ന ആ സമയങ്ങളിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തത്? അതായത് ഞാന് പിന്നെ എന്റെ ജീവിതം എന്താ അങ്ങനെ ആയത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നോന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു വിഷമം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഓക്കെ. എന്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഇതിന് ഫോക്കസ് ചെയ്തു. ഇതില് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹീലിംഗ് ഇതിന് കൂടുതൽ കൊടുത്തു അല്ലേ? ഹീലിംഗ് കൂടുതൽ കൊടുത്തു. നിങ്ങൾ എന്ത് വാക്കാണ് പറഞ്ഞത്? സെൽഫ് ലവ് ഡെവലപ്പ്, ഇറ്റ്സ് ഓക്കെ, റസാഖ് ഇറ്റ്സ് ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത്? അതാണോ ഉപയോഗിച്ചിരുന്നത്? എന്താ ഉപയോഗിച്ചിരുന്നത്? എന്താ നിങ്ങളോട് പറഞ്ഞിരുന്നത് സെൽഫ് ഫോർഗീവ്നെസ്സിന് വേണ്ടി? അതെ, ഇറ്റ്സ് ഓക്കെ. അതേപോലെ ഞാന് ഐ ലവ് മൈ സെൽഫ്, അതേപോലെ അങ്ങനെയല്ല വാക്കുകളൊക്കെ. അതെ, ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ഫൊർഗീവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ഈ ഒരു വേർഡ്സ് നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എഴുതുമായിരുന്നോ നിങ്ങൾ സെൽഫ് ഫോർഗീവ്നെസ്, അല്ലെങ്കിൽ പ്രാക്ടീസ് എന്താ എഴുതുന്നുണ്ടായിരുന്നു? അഫർമേഷൻ ഇതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും എഴുതുമായിരുന്നു? അതെ, എത്ര ദിവസം എഴുതി അങ്ങനെ? കുറെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഏകദേശം ഒരു മാസമൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി രാവിലെയാണോ എഴുതുക, അതോ സമയമുണ്ടോ, അതല്ല എപ്പോഴും ഒഴിവിട്ടുന്ന സമയത്താണോ എഴുതുക? കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ എഴുതലായിരുന്നു. എങ്ങനെ? സമയം കിട്ടുന്നതിനനുസരിച്ച്
എഴുതാറുണ്ടായിരുന്നു. ഓക്കെ സമയം കിട്ടുന്നതനുസരിച്ച് എഴുതുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ എന്താണ് ഈ ഒരു കോഴ്സൊക്കെ ചെയ്തതിന് ശേഷം മൊത്തത്തിലെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഇപ്പൊ നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ഒരുപാട് കാര്യങ്ങളിൽ അതായത് മെയിനായിട്ട് ഞാൻ മോളുടെ ഒക്കെ മക്കളുടെ കാര്യത്തിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഹാപ്പി ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് അവരുടെ കാര്യങ്ങൾ മോളുടെ കാര്യമൊക്കെ ഓക്കെ ആയപ്പോ മോൾക്ക് എന്തോ സ്പെഷ്യൽ, അതായത് ഏറ്റവും മോളുടെ റിസൾട്ട് പണ്ടുള്ളതും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം റിസൾട്ട് കംപ്ലീറ്റ്ലി പോവുകയും പിന്നീട് നമ്മൾ ഈ ഒരു ഹീലിംഗ് ചെയ്തതിനു ശേഷം റിസൾട്ട് ഒക്കെ മാറി തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തൊക്കെയുണ്ട്? മോൾക്കെല്ലാം പിന്നെ ഒരു ഇത് ലെറ്റ്സ് ഗോ പറയാനുള്ളൊരു ഇത് ഉണ്ടാ മോൾക്ക് തോന്നി, മനസ്സ് വന്നത് ഒക്കെ ലെറ്റ് ഗോ അടിക്കാനുള്ളൊരു ഇത് തോന്നി മോൾക്ക്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവള് പിന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് അവൾ മോൾ തന്നെ പറയും. ഈ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ടൂള് നല്ലൊരു തന്നെയാണെന്നില്ല, നല്ലൊരു പവറുള്ള ടൂളാണെന്ന് മോൾ തന്നെ എന്നോട് പറയല് തുടങ്ങി. മോളുണ്ടോ അവിടെ ഇപ്പോ? അതെ, ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മള് ശരിക്കും ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ കയ്യിട്ട് ഇങ്ങനെ അടിക്കുമ്പോ ഒരു അലമ്പ് ഇതിങ്ങനെ പോവല്ലോ, അതേപോലത്തെ ഇതാണ് അതിന്റെ ആ ഒരു ചിന്ത. അതിപ്പോ നമ്മള് ഫീൽ ചെയ്യുമ്പോഴും നമ്മള് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ചെയ്യുമ്പോഴും അതിങ്ങനെ പോവാണ്. അതായത് ഒരു ചിന്ത എന്തെങ്കിലും ടെൻഷൻ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോവാണ്. ആ ചിന്ത പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ശരിക്കും അത് മോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എന്ന് പറഞ്ഞിട്ട് ലെറ്റ് ഗോ അടിക്കാനുള്ള ഒരു പവർ മോൾക്ക് വന്നു, ഒരു കഴിയും. ഓക്കെ. അപ്പൊ മോളുടെ മാർക്കിലൊക്കെ എന്ത് വ്യത്യാസമുള്ളത്? ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു മാർക്ക്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മാർക്ക് വളരെ കുറവുണ്ടായിരുന്നു. മോള് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറവ് A+ ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല, കുറച്ചൊക്കെ കിട്ടി. എന്നാലിപ്പോ ഇവിടെ പൂക്കോട്ടൂര് ഒരു ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. +1 കൂടെ ജെയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇതിനിപ്പോ ചേരും. പിന്നെ അവിടെ ജോയിൻ ചെയ്ത് അവിടെ ഹോസ്റ്റലില് നിൽക്കണം. പിന്നെ പാരന്റ്സിനൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ 2 മണിക്ക് പോയി കാണാൻ വേണ്ടി ഇപ്പൊ മോള് നല്ല ഇതിൽ ഹാപ്പി തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. കാരണം നിങ്ങളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാണ്. കാരണം നിങ്ങളുടെ കാര്യം ഞങ്ങൾ സംസാരിക്കായിരുന്നു ടീമിലെ. നിങ്ങൾ കോഴ്സിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ കേസ്, റസാഖ് സാറുടെ കേസ്, മോളുടെ കേസ്, കാരണം നിങ്ങളുടെ മോളെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹാജര മാം ഇങ്ങനെ പറയാറുണ്ട്. അത് ഭയങ്കര തുടക്കത്തിൽ നമ്മൾ കോഴ്സ് ചെയ്ത സമയത്ത് മോളെപ്പോഴും പറയുന്നത് എനിക്കല്ല ഹീലിംഗ് വേണ്ടത്, എൻ്റെ ഉപ്പാക്കാണ് ഹീലിംഗ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കാണ് ഹീലിംഗ് വേണ്ടത്, ഇങ്ങനെയുള്ള രീതിയിൽ ആ സമയത്ത് തുടക്ക സമയത്ത് പറയുകയും അപ്പോൾ ആ സമയത്ത് മോളുടെ ഒരു പക്വത കണ്ടിട്ട് ഞങ്ങൾ തന്നെ നെറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളത് നോക്കിയിരുന്നത്. നല്ല പക്വതയുള്ളൊരു കുട്ടി. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കറക്റ്റായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ഞങ്ങളിത് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോഴും മോളുടെ ഒരു കേസ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ല കഴിവുള്ള കുട്ടിയാണ്. ഒരുപാട് ചെറിയ പ്രായമാണെങ്കിലും ജീവിതത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. നോർമൽ കുട്ടികളെ പോലെയല്ല. അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യണം, കുട്ടിയെ നന്നായിട്ട് ഹീൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹസര മാം അത് പ്രോപ്പറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്വന്തം മോളെ പോലെ ടേക്ക് കെയർ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തപ്പോൾ ആണ് ആളുടെ ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റി. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് എൻ്റെ മോൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത എപ്പോഴും മക്കൾക്കാണ്. മക്കള് എങ്ങനെ ഹാപ്പിയാക്കാം, മക്കളെ എങ്ങനെ കാമാക്കാം, മക്കളെ എങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചെടുക്കും. സോ യു ആർ ലക്കി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള മക്കളെ ഇങ്ങനെ ഒരു സംഗതിയിലൂടെ കൊണ്ടുവന്ന് ഹീൽ ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ ഒരു ആസ് എ ഫാദർ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യു ആർ സോ കമ്പാഷനേറ്റ് ആൻഡ് യു ഡിഡ് ദ റൈറ്റ് തിങ് ആൻഡ് കൺഗ്രാജുലേഷൻ. ഐ എം റിയലി ഹാപ്പി ഫോർ യു. കാരണം നിങ്ങളതിൽ സക്സീഡായി, നമുക്കതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. പ്രത്യേകിച്ച് ഹാജര മാം, അസ്മ മാം, ഇങ്ങനെയുള്ള ഒരുപാട് ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടു ഞാൻ പറയുന്നില്ല, എഫേർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിജയം കണ്ടതിൽ ഐ എം റിയലി ഹാപ്പി. നിങ്ങൾ അന്ന് വന്നിരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ളത് ഹാജര മാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് ബുദ്ധിമുട്ടിലാണ്, വല്ലാണ്ട് പ്രശ്നത്തിലാണ്. ആ ആളിപ്പോൾ ഒന്ന് വളരെ കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ട്രാൻസ്ഫർമേഷൻ.
ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, യു ഗോ ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾ. അന്ന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പ്രതീക്ഷ ഇല്ലാതിരുന്നിടത്ത് നിന്ന് എന്തൊക്കെയോ നേടി, ഒരു സമാധാനം നേടി, ജീവിതത്തിനൊരു കറക്റ്റ് ട്രാക്ക് നേടി, പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആയിപ്പോയി. ഇനി എന്താണ് അടുത്ത പ്ലാൻ? പറയും, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചേറ്റെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തോ? ഷെയർ. അതെ അതെ, വേറെ ഷോപ്പ്, ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് തുടങ്ങിയോളൂ. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതായത് ഇനി ഒരു ഡ്രസ്സിന്റെ മേഖലയിലുള്ള ബിസിനസ് ചെയ്യണം. ഇപ്പൊ കൂടുതൽ ധൈര്യമുണ്ട്, കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം റെഡിയാകും എന്നൊരു പ്രതീക്ഷ വന്നോ മൊത്തത്തില് ലൈഫിൽ? അതെ അതെ അതെ. കാരണം ഹീലിംഗിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, നമ്മൾ ട്രോമയുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ്. നമ്മൾ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും ഇനി നടക്കില്ല, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നല്ല ആവട്ടെ. പറഞ്ഞോളൂ, എന്താണ്? ഓക്കെ, ഇതൊരു എമർജൻസി. നമ്മളധികം ആൾക്കാരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മളിൽ അധികം ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് വളരെ വീക്കായി പോകും, നമുക്കൊന്നും നടക്കില്ല എന്ന് തോന്നും. പക്ഷെ നല്ല ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം, നമുക്കൊരു പ്രതീക്ഷ വരും, ഇനി നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുകയും ചെയ്യും. 1 by 1, 1 by 1, 1 by 1, 1 by 1, 1 by 1. അങ്ങനെ നമ്മൾ വലിയൊരു തിരിച്ചുവരവുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പോകും. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, whatever that you are going through, you are growing through it. നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത് അതിലൂടെ നിങ്ങൾ വളരുകയാണ്. അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ സ്റ്റേജിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കുക. ബി റെഡി ഫോർ ഇറ്റ്. ബി റെഡി ഫോർ ഇറ്റ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങളിപ്പോൾ എന്ത് കടന്നു പോകുന്നുള്ളതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെ എത്തണം, എന്ത് ആവണം, എന്ത് ആയിത്തീരണം, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് യു വിൽ അച്ചീവ് അമേസിങ് റിസൾട്ട്സ്. ഇന്നിപ്പം നമ്മുടെ ഇവരായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. സാറായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ചാൽ, വി ക്യാൻ ഡു ബിഗ് തിങ്സ്. നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് പേരുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, വലിയ രീതിയിലുള്ള ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം നിലവിൽ പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ടോ? എനിബഡി ഒന്ന് കമൻറ്റ് ചെയ്ത്, നീ എന്ന് കമൻറ്റ് ചെയ്യുക. എന്താ പ്രശ്നം എന്ന് പറയണ്ട. ചലഞ്ചസിലൂടെ, പ്രയാസത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കടന്നു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ, നീ എന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മളധികം ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ടാകാം. സോ കടന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒറ്റ കാര്യമാണ്, ഹാവ് എ ഫെയ്ത്ത്. വിശ്വസിക്കുക. എവറിത്തിങ് വിൽ ബി ഫൈൻ. എല്ലാം മാറി മറിയും. നമ്മൾ നമ്മുടെ എനർജി ചേഞ്ച് ചെയ്താൽ മതി. വി ജസ്റ്റ് ചേഞ്ച് അവർ എനർജി. നമ്മുടെ എനർജി നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മുടെ എനർജി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. റിസാഖ് സാർ എത്തിയിട്ടുണ്ട്. സോ എന്താണ് ഇനി മെസ്സേജ് പറയാനുള്ളത്? നമ്മൾ ഓൾറെഡി ഒരു കോഴ്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ പലരും ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ കോഴ്സിൽ വരണം എന്നുള്ളതാണ്. കാരണം ജീവിതത്തിലെ ഒരുപാട് ട്രോമാസ് അനുഭവിക്കുന്നതായിരിക്കുന്ന ഒട്ടുമുക്ക ആളുകളും, അത് ഒരു തരത്തില് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞത്, ഞാൻ എന്റെ ചൈൽഡ്ഹുഡിലൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഹീലിങ്ങും ടാപ്പിങ്ങും ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരല് തുടങ്ങി. അപ്പൊ അതൊക്കെ പിന്നെ ഇങ്ങനെ ട്രോമാസ് ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. എന്തെങ്കിലും ആയിട്ട് തരത്തിലുള്ള ഇതുണ്ടാവും. അതൊക്കെ ഹീൽ ചെയ്ത് കളയാനുള്ളൊരു ഒരു അവസരമാണ് ഇത് എന്നുള്ളത്, എന്നുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത് ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ? ആരോടൊക്കെയാണ്? എനിക്ക് നന്ദി പറയാനുള്ളത് ഒന്ന് സാബി സാറിനോട് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ ഇതിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതിൽ ഒരു നല്ലൊരു ഇത് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതിങ്ങനെ വരുന്നു തുടങ്ങി. അതിനുശേഷം ആത്മാവായി എനിക്ക് വിളിച്ചിട്ടാണ് ഇങ്ങനെ ഇതിൽ ഹീലിങ്ങും ഇതൊക്കെ ചെയ്യാനുള്ളത് സംവിധാനം ഉണ്ടത്. അത്
അസ്മ മാമിനോട്, സാഗര മാം, സിനിമ മാം, പിന്നെ ആയിഷ മാം ഉണ്ട്, ആയിഷ മാം, ഷെബിന മാം, ഇവരോടൊക്കെ എനിക്ക് നന്ദി പറയാനുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റസാഖ് സാറ് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ എന്തായാലും കാര്യങ്ങൾ മറുപടി പറയും. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ടീം മെമ്പേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു, നിങ്ങൾക്ക് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? നോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു കാര്യം കൂടെ ഫൈനലായിട്ട് റസാഖ് സാർ ഞാൻ ചോദിക്കുകയാണ്. ഇനി ഇതിൽ ജോയിൻ ചെയ്യുന്ന പല ആൾക്കാരുടെ ഒരു തിങ്കിങ് ആണ് എൻ്റെ ക്യാഷ് പോവോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്താണെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കും അത്തരത്തിലുള്ള ചിന്തകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നോ? സംശയങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് പോയി ചെയ്യും. ചിന്ത എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാറി. കാരണം മോളുടെ അതിൽ തന്നെ ഒരു പ്രോഗ്രഷൻ വന്നപ്പോ തന്നെ എനിക്ക് അതിലൊരിതായി. പിന്നെ ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിൽ നല്ല ഇത് തന്നെ തോന്നി. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതിരിക്കില്ല. അപ്പൊ ഇതിൽ വന്നതുകൊണ്ട് ഫുള്ള് പ്രശ്നങ്ങൾ തീരും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതില്ല, ഈ ടൂൾസ് കൊണ്ട് നമുക്കിത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ലത് അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അതായത് ഇനി ഏതൊരു പ്രശ്നം വന്നാലും അതെ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതെ, അതുണ്ടാവും തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലുമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അത് ഇതിൽ വന്നുകൊണ്ടായിട്ട് അത് ഇല്ലാതിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ എല്ലാം ഓവർകം ചെയ്യാൻ കഴിയുന്നുള്ളൊരു ഇത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. കാരണം അത് ടൂൾസാണ് നമ്മളെ ഈ സെൽഫ് ലവ്, സെൽഫ് വർഗിനെസ്, ഇറ്റ്സോക്കെ എന്നുള്ള ഒരു ടൂൾ. അത് മെയിനായിട്ടുള്ള നല്ലൊരു തന്നെയാണ്. കാരണം അത് ചെയ്യുമ്പോൾ നല്ല ശരിക്കും നമുക്ക് നല്ലൊരു ഫീലിംഗ് തന്നെയാണ് തോന്നുന്നത്. അതിന്റെ മോഡൽ എടുത്ത് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും അത് വരുമ്പോൾ ഞങ്ങളത് ചെയ്യും. ഇറ്റ്സോക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ആ മൈൻഡ് പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മോളെ തിരിച്ചു കിട്ടിയോ? തീർച്ചയായിട്ടും അതൊക്കെ നല്ല മാറ്റം തന്നെ ഉണ്ട്. ഓക്കെ, റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്റ്റോറി കേട്ടതിലും ഷെയർ ചെയ്തതിലും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടത്. കാരണം ഒരു കുടുംബത്തിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും ഒരു മോളും അല്ലെങ്കിൽ മക്കളൊക്കെ തമ്മിലുള്ള വലിയ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ കോഴ്സ് കൊണ്ട് മാറി. ലൈഫിൽ പുതിയ പ്രതീക്ഷ വന്നു, പുതിയ മാറ്റങ്ങൾ വന്നു. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്ത് സംസാരിച്ച ഭാഷയും ബോഡി ലാംഗ്വേജും, അന്ന് നിങ്ങൾ സംസാരിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ ലൈഫിൽ വരും. അന്ന് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അതെ, ചില കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അന്ന് സാറിന് പറഞ്ഞു, നിങ്ങളെ സംസാരം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ട്രോമാസ് നല്ല ഉണ്ടെന്ന് അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ, അതൊക്കെ പോയില്ലേ ഇപ്പോ? അതെല്ലാം പോയി. എന്ന് പറയാനുള്ളൊരു യാ, അതായത് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം പറഞ്ഞിട്ട് ആ പ്രശ്നം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ആ സങ്കടമാണ് ഉള്ളിലുള്ള. അതിൽ കിടന്നിട്ട് എന്താ വെച്ചാൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ട്രോമയുടെ സൈഡ് എഫക്ട്സ് ആണ്, നമുക്കത് ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളിപ്പോൾ ഓവർ ഷെയറിംഗ് ഇല്ല, ഇപ്പോൾ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചത് നിങ്ങൾ? ഓവർ ഷെയറിംഗ് ഇല്ല. അന്ന് ഓവർ ഷെയറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു, നോൺ സ്റ്റോപ്പ് സംസാരിക്കുമായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, കാമായിട്ടുള്ള, കമ്പോസ്ഡ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റി. എനിവേ, റസാഖ് സാർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ് യുവർ സ്റ്റോറി. ഇനി ഫൈനലായിട്ട് എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യും. ഫൈനലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് ഈ കോഴ്സിലോട്ട് വരണമെന്ന്. അത് എന്ത് ട്രോമാസ് ഉണ്ടെങ്കിലും അത് ഹീൽ ചെയ്ത് കളയാൻ കഴിയുന്നുള്ളത് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. അത് അതുകൊണ്ട് ഇതിലുള്ള ആളുടെ മക്കളെ ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ഇതിൽ ജോയിൻ ചെയ്യിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല മാറ്റം വരും, നല്ല മാറ്റം വ്യത്യാസം കാണും. അവിടെ പഠിപ്പിലും എല്ലാ കാര്യത്തിലും നല്ല വ്യത്യാസം കാണും.
തീർച്ചയായിട്ടും. കുട്ടികൾ ശരിക്കും നിങ്ങളുടെ മക്കൾ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ EFT പ്രോഗ്രാം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻസ് EFT പ്രോഗ്രാം ഉണ്ട്. ഇനി അതല്ല നോർമൽ പ്രോഗ്രാമിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള ചേഞ്ച് തീർച്ചയായിട്ടും അതിലൂടെ ഉണ്ടാകും. എനിവേ, താങ്ക് യു റിസാഖ് സർ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഷെയറിങ്. ഇന്ന് നല്ലൊരു ദിവസം തന്നതിന്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷ തന്നതിന്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിസാഖ് സർ ഇവിടെ വന്നിരിക്കുന്നത്. എന്തിന്? നമ്മളുടെ കോഴ്സ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്തവരുണ്ട് എങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആൻഡ് സെൽഫ് ഫോർഗിവ്നെസ്. നിങ്ങളെ എങ്ങനെ ട്രോമ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം. സഫാന ചോദിക്കുന്നു, ഫീ എത്രയാണെന്ന് ചോദിക്കുന്നത്. നമ്മുടെ പുതിയ നമ്മുടെ കോഴ്സ് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അസ്മ ഒന്ന് പറയാമോ? കോഴ്സിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സർ, നമുക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 10,800 ഫീ വന്നിട്ടുള്ളത്. ടീമായിട്ട് കണക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം 10,500 നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് സഫാന. സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാൻ വരാം, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. 12,500 നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്, ആക്ച്വൽ ഫീ. അപ്പോൾ നിങ്ങൾക്കതൊരു ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഏർലി ബേർഡ് ഓഫർ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന 10,500 എന്ത് ചെയ്യാം, കോഴ്സ് ചെയ്യാം. നമ്മളതിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് മെമ്പർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്ന രീതികളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ക്ലാസ് വരുന്നത്. അപ്പം 10 ലൈവ് സെഷൻസ് ഉണ്ടാകും. 10 to 12 ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിന് പുറമെ ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. ഇതിന് പുറമെ നിങ്ങൾക്കെന്ന് വെച്ചാൽ 30 ഡേയ്സിൻ്റെ ഹീലിംഗ്, 1-to-1 ഹീലിംഗും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്താ അനുഭവിക്കുന്ന ട്രോമ എന്താണോ അതിൻ്റെ ഹീലിംഗും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുക, ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവർക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ മെസ്സേജ് ഇട്ടിട്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു സൺഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. Thank you, sir. താങ്ക് യു. Thank you, sir.